ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരള ടൂറിസം വകുപ്പിന്റെ പരിപാടിയിൽ ചാരവൃത്തിക്ക് അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര പങ്കെടുത്ത സംഭവം ഇപ്പോൾ ഒരു പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ച സംഘപരിവാർ നേതാക്കൾക്കും സംഘി പ്രൊഫൈലുകൾക്കും ഇപ്പോൾ വലിയ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. 2023 നടന്ന വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന പ്രയാണത്തിൽ അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരനൊപ്പം ജ്യോതി മൽഹോത്ര പങ്കെടുത്ത വീഡിയോ പുറത്തുവന്നതോടെ ബിജെപിയും പരിവാർ സംഘടനകളും പ്രതിരോധത്തിലായി. ഈ വിഷയം ചൂണ്ടിക്കാട്ടി സംഘപരിവാറിനെതിരെ CPM പ്രൊഫൈലുകൾ ശക്തമായ പ്രത്യാക്രമണമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് ബ്ലോഗർ ജ്യോതി മൽഹോത്ര ചാരവൃത്തി കേസിൽ പിടിയിലാകുന്നത്. ഇവരുടെ രഹസ്യ ഡയറിയിൽ പാകിസ്ഥാന് അനുകൂലമായ നിരവധി പരാമർശങ്ങൾ കണ്ടെത്തിയതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നു. ഈ അറസ്റ്റിന് പിന്നാലെയാണ് ജ്യോതി മൽഹോത്ര കേരള ടൂറിസം വകുപ്പിന്റെ ക്ഷണപ്രകാരം സംസ്ഥാനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് എന്ന വാർത്ത പുറത്തുവന്നത്. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് ഇൻഫ്ലുവൻസർമാരെ ക്ഷണിച്ച കൂട്ടത്തിൽ ഇവർ ഉൾപ്പെട്ടു എന്നായിരുന്നു ആരോപണം. ഒരു ചാരവൃത്തി കേസിൽ ഉൾപ്പെട്ട വ്യക്തിയെ എന്തിന് ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുപ്പിച്ചു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് ബിജെപിയും സംഘപരിവാർ സംഘടനകളും മന്ത്രി റിയാസിനെതിരെ ശക്തമായ കടന്നാക്രമണം നടത്തി.